പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രണ്ടാം ഭാഗമാണ്. ചരിത്ര പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം മഞ്ഞുമാത പള്ളി ബസിലിക്കയായി ഉയർത്തപ്പെടുന്നതോടെ ആത്മീയതയുടെ അത്യുന്നതങ്ങളിലേക്ക് എത്തുകയാണ്. ഒക്ടോബർ 7 മഞ്ഞുമാത പള്ളി ബസിലിക്കയായി ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപനം വരുന്നത്. ഓഗസ്റ്റ് 5 മഞ്ഞുമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഇത് മാറ്റമില്ലാതെ തുടരുന്നു. പള്ളിപ്പുറം കുഴുപ്പുള്ളി വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇടവകയാണ് പള്ളിപ്പുറം. തെക്ക് ചെറുവൈപ്പ് മുതൽ വടക്ക് മുനമ്പം വൈതിരുവടി കലുങ്ക് വരെയും, പടിഞ്ഞാറ് രവീന്ദ്രപാലം ബീച്ച് റോഡ് തുടങ്ങി കിഴക്ക് മാലിങ്കര പുഴ വരെയും വിശാലമായി കിടക്കുകയാണ് പള്ളിപ്പുറം ഇടവക. 1780 പരം വീടുകളാണ് ഈ ഇടവകയിലുള്ളത്. 7000 കൂടുതൽ വിശ്വാസികളും 50 കൂടുതൽ കുടുംബ യൂണിറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. മുനമ്പം മുസിരീസ് ബീച്ച്, മാർത്തോമ്മ വന്നിറങ്ങിയ മാലിങ്കര സാമൂഹിക പരിഷ്കർത്താവായ ചെറായി സഹോദരൻ അയ്യപ്പൻ്റെ സ്മാരക മന്ദിരം, ചരിത്രമുറങ്ങുന്ന മുനമ്പം ജുമാ മസ്ജിദ് എന്നിവയുടെ ഹൃദയഭാഗത്താണ് മതമൈത്രി ഊട്ടിയുറപ്പിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ പള്ളിപ്പുറം മഞ്ഞുമാത പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിപ്പുറത്തിന് ചരിത്രപരമായ സ്മരണകൾ മാത്രമല്ല, പാരമ്പര്യ പെരുമയും ഒരുപാടുണ്ട്. മൺമറഞ്ഞ മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഡാനിയൽ അച്ചാരുപറമ്പിൽ, തിരുവനന്തപുരം ബിഷപ്പായിരുന്ന ഡോക്ടർ ജേക്കബ് അച്ചാരുപറമ്പിൽ, ഇവർ രണ്ടുപേരും ബന്ധുക്കളും പള്ളിപ്പുറത്തുകാരുമായിരുന്നു. 1987 രൂപത സ്ഥാപനത്തെ തുടർന്ന് വളരെ വലിയ പ്രദേശങ്ങളും കുടുംബങ്ങളും പള്ളിപ്പുറത്തിൻ്റെ കീഴിലായതോടെ ഭരണപരമായ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചും ആത്മീയ ആവശ്യങ്ങൾ മുൻനിർത്തിയും വിവിധ കാലഘട്ടങ്ങളിലായി ഈ ഒറ്റ ഇടവകയിൽ നിന്ന് 6 ഇടവകകളെ സ്വതന്ത്രമാക്കി. കുഞ്ഞത്തൈ, ചെട്ടിക്കാട്, അഴീക്കോട്, ചെറുവൈപ്പ്, മുനമ്പം, കടപ്പുറം എന്നിവയാണ് പിന്നീടുണ്ടായ ഇടവകകൾ. പള്ളിപ്പുറം ഇടവകയുടെ കീഴിൽ നിന്നും സ്വതന്ത്രമായ ആദ്യത്തെ പള്ളി കുഞ്ഞത്തൈ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ 1974 ഈ ഇടവക സ്വതന്ത്രമായത്. പള്ളിപ്പുറത്ത് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. സെൻറ്റ് മേരീസ് LP സ്കൂൾ, സെൻറ്റ് റോക്കി LP സ്കൂൾ, സെൻറ്റ് ജോസഫ് LP സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ എന്നിവ സുഗമമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ കടലാട്ട് കുരിശുപള്ളി കപ്പേള പള്ളിപ്പുറം പള്ളിക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ജൂബിലി ആഘോഷത്തോടെ ദേവാലയത്തിൻ്റെ ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി. കൂടുതൽ കമനീയമായത് അൾത്താരയാണ്. മഞ്ഞുമാതാവിൻ്റെ തിരുശേഷിപ്പും പ്രത്യേക പേടകത്തിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് മഞ്ഞുമാതാപ്പള്ളിയുടെ ആരാധനാലയമാണ്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ എവിടെയും ടൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്ന വേദികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 2 സൈഡിലും ചെടികൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പഴയ പള്ളിയും മഞ്ഞുമാത പള്ളിയും മണിമാളികയും കൊടിമരവും മാതാവിൻ്റെ സ്റ്റാച്ചുവുമെല്ലാം നമുക്കവിടെ കാണാൻ കഴിയും.
പള്ളിയുടെ മുറ്റം ടൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു. ആകാശമുട്ടി ഉയരത്തിൽ പണിത പള്ളിയുടെ ഏറ്റവും മുകളിൽ നമുക്ക് മാതാവിനെ കാണാൻ കഴിയും. പള്ളിയുടെ ഫ്രണ്ട് വശത്ത് മാർബിളിട്ട് മനോഹരമാക്കിയിരിക്കുന്നു. വലിയ കവാടം, പിന്നെ മാതാവ് പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. രണ്ട് സ്ഥലങ്ങളിൽ ഇരുവശങ്ങളിലുമായി തടി കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. മാർബിളിട്ട ഫ്ലോറാണ്. നേരെ അൾത്താര, ചരിത്ര പ്രസിദ്ധമായ പള്ളിയുടെ അൾത്താര. ഇനി നമുക്ക് കുറച്ചു നേരം പള്ളിയുടെ അകം കാണാം. പല വ്യൂവിൽ നിന്നുള്ള കാഴ്ചകൾ